ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കൂലി സിനിമയെ കുറിച്ചുള്ള ഒരു പ്രത്യേക ഡീകോഡിംഗ് വീഡിയോ ആണ്. കൂലി ഇന്ത്യയിൽ പ്രദർശിപ്പിക്കുമ്പോൾ ഈ ചിത്രം A-rated അഥവാ 18+ ആയാണ് സർട്ടിഫിക്കറ്റ് ചെയ്തത്. സിംഗപ്പൂരിൽ NC-16 അതായത് 16 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. കാരണം ശക്തമായ വയലൻസ്, അബ്യൂസ്, ഓർഗൻ ട്രാഫിക്, സ്ട്രോങ് ലാംഗ്വേജ്, ഗ്ലാമർ എന്നിവയെല്ലാം ഇതിലുണ്ട്. പ്രത്യേകിച്ച് ഓർഗൻ ട്രാഫിക് വിഷയമാണ് ഏറ്റവും വലിയ ആശ്ചര്യം. ട്രെയിലറിലെ ചില ഫ്രെയിമുകളിൽ സൂചിപ്പിക്കുന്നത് കഥയിൽ ഹോസ്റ്റലുകളും പോർട്ടിലെ തൊഴിലാളികളും ഉൾപ്പെടുന്നുണ്ട്. സത്യരാജ്, ശ്രുതി ഹസൻ കഥാപാത്രങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്നും, അതായത് അച്ഛനും മകളാണ് അവർ രണ്ടുപേരും. ദേവ എന്ന കഥാപാത്രം ശ്രുതി ഹസനെ രക്ഷിക്കാൻ എത്തുന്നു എന്നാണ് കഥയെന്ന് തോന്നുന്നു. ഹോസ്റ്റൽ രംഗങ്ങളിൽ വലിയ ഫൈറ്റ് സീക്വൻസ് ഉണ്ടാകും. കൂടാതെ ചിക്കറ്റ് വേപ്പ് എന്ന സോങ്ങിന്റെ ലൊക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ടിരിക്കാം. സൗബിൻ ഷായർ അവതരിപ്പിക്കുന്ന ദയാൽ ഗോൾഡ് സ്മഗ്ലിംഗിൽ പങ്കാളിയാണ്. നാഗാർജുനയുടെ സൈമൺ കഥാപാത്രം ഘട്ട വയലൻസ് ആണ്, പ്രത്യേകിച്ച് ആളുകളെ കൊന്നൊടുക്കുന്ന കാര്യത്തിൽ. കൊലപ്പെടുത്തിയ തൊഴിലാളികളുടെ ശരീരഭാഗങ്ങൾ ഓർഗൻ ട്രാഫിക് ഉപയോഗിക്കുന്നുണ്ടാകുമെന്ന് സംശയമുണ്ട്. കൂടാതെ നാഗാർജുന ഇട്ടിരുന്ന സൂട്ട് കണ്ടോ, ഇത് ജോക്കർ സിനിമയിലെ ജോക്കറിന്റെ വേഷമാണ്. മീൻസ് കൊടൂര വില്ലനായ ഉണ്ടായിരിക്കും ജോക്കറിന്റെ സ്യൂട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ലോകേഷ് ഒരു DC ഫാൻ ബോയ് ആണ്. സെൻസർ റിപ്പോർട്ടിലെ പ്രധാന പോയിന്റുകൾ ഞാൻ ഇപ്പോൾ എടുത്തു പറയാം. രജനീകാന്തിന്റെ 50ാം വാർഷിക അനിമേറ്റഡ് കാർഡ്. 2. ദയാലിന്റെ ഇൻട്രൊഡക്ഷൻ സീൻ. അനിരുദ്ധിന്റെ പ്രത്യേക BGM ആണ് കൊടുത്തിരിക്കുന്നത് സൗബിൻ ഷായറിന്. 3. സൈമന്റെ ഇൻട്രോ. വലിയ ഫൈറ്റിംഗ് സീനൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 4. സൈമൺ ദയാലിനെ ആക്രമിക്കുന്ന സീൻ. മിക്കവാറും ഇത് 2ാം പകുതിയിലായിരിക്കും. 5. സൈമൺ പാർട്ടിയുടെ സീൻ. 6. ഹോസ്റ്റൽ ടിക്കറ്റ് വേപ്പ് ലൊക്കേഷനിൽ നടക്കുന്ന രജനീകാന്ത് റൗഡീസ് ഫൈറ്റ് സീൻ. ശ്രുതി ഹസൻ ചിലരെയൊക്കെ കൊല്ലുന്ന കഥാപാത്രമായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരു സീനിൽ കാണിക്കുന്നുണ്ട്. ഈ സീൻ നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കി കാണാം. കണ്ടെയ്നറിന്റെ അകത്ത് നിന്ന് ബോഡി കൊണ്ടുവരുന്നതായിട്ട്. ശ്രുതി ഹസനും സത്യരാജും കൂടെ എന്തോ ഒരു സംഭവം നടത്തുന്നുണ്ട്. മിക്കവാറും സത്യരാജ് ഒരു സയന്റിസ്റ്റ് ആയിരിക്കാനാണ് ചാൻസ്. കാരണം ഇലക്ട്രിക്കൽ ചെയർ അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. മിക്കവാറും ടൈം ട്രാവൽ ചെയ്യാനുള്ള എല്ലാ ചാൻസും ഈ സിനിമയിലുണ്ട്. പിന്നെ പൂജ മോണിക്ക സോങ്ങിൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ മോണിക്ക കാണൂല. എല്ലാവരും വിചാരിക്കുന്ന കഥ ഒരു സയൻസ് ഫിക്ഷൻ ആയിരിക്കുന്നു, പക്ഷെ അല്ല. ഡ്രാമാറ്റിക് സംഭവങ്ങളും പ്രതികാര ഘട്ടങ്ങളും കൂടുതലായിരിക്കും ഇതില്. ദേവ അതായത് രജനീകാന്തിന്റെ ക്യാരക്ടർ പഴയ കാലത്ത് കൂലിയായ ആളായിട്ടാണ് തുടങ്ങുന്നത്. അതിന്റെ സീനെല്ലാം ഇതിൽ കാണും. രജനീകാന്തിന്റെ DAGing സീനൊക്കെ ഇതിലുണ്ട്. അതൊക്കെ തിയേറ്റർ കത്തിക്കും. പിന്നീട് വലിയ ഡോണായി അവസാനം ലിയോയെ പോലെ ഒതുങ്ങി ജീവിക്കുന്ന ഒരു ഹോസ്റ്റൽ വാർഡനായിട്ടായിരിക്കും. ട്രെയിലറിന്റെ അവസാനം അമീർ ഖാന്റെ ക്യാമിയോ കാണാം. അതിൽ സൂക്ഷിച്ചു നോക്കിയ 2 കണ്ടെയ്നർ. അത് വിക്രം സിനിമയിൽ ഫഹദ് ചോദിക്കുന്നുണ്ട്, കാണാതെ പോയ 2 കണ്ടെയ്നർ എവിടെയെന്ന്. മിക്കവാറും ഈ കണ്ടെയ്നറിനെ കുറിച്ചായിരിക്കും അതിൽ ചോദിച്ചിട്ടുള്ളത്. LCUവിൽ പറയുന്ന കണ്ടെയ്നറും ഇതിലുള്ള കണ്ടെയ്നറും സെയിം ആണോ എന്ന് അറിഞ്ഞൂടാ. നാളെ എന്തായാലും പടം ഇറങ്ങുമ്പോ സീനായിരിക്കും. LCU അല്ലെന്നാണ് പറയുന്നത്. എങ്കിലും ലോകേഷിനെ വിശ്വസിക്കാൻ പറ്റൂല. അടുത്ത അപ്ഡേറ്റിൽ മിക്കവാറും ഇത് LCU എന്ന് കൺഫേം ചെയ്യും. ഇല്ലെങ്കിലും കുഴപ്പമില്ല, പടം ചുമ്മാ ഫയർ ആയിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.